ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സോ ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യണത് സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്ററിൻ്റെ ലൈഫും ഓട്ടോബയോഗ്രഫിക്കലായിട്ട് അയാൾ എഴുതിയ അയാളുടെ വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സുനിൽ ഗവാസ്കർ ജനിക്കുന്നത് 1949 ജൂലൈ 10-നാണ്. ക്രിക്കറ്റ് എന്നുള്ളത് ജനിക്കുമ്പോഴേ അല്ലെങ്കിൽ അയാളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അതിന് കാരണമായിട്ട് അയാളുടെ അങ്കിളും ഫാദറും ഒക്കെ ക്രിക്കറ്റേഴ്സാണ്. ഒരുപാട് മാച്ചസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ സുനിൽ ഗവാസ്കർ ഒരു ക്രിക്കറ്ററായി ഭാവിയിൽ ഉയർന്നു വരാനുള്ള ഒരു റീസൺ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു. ഈ ഒരു ലെസണിൽ സുനിൽ ഗവാസ്കർ ആസ് എ ലൈഫ് ഓഫ് ക്രിക്കറ്ററായിട്ടാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും ഇൻസിഡൻസും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലെസൺ മൊത്തത്തിൽ മുന്നോട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുടെ ചൈൽഡ്ഹുഡ് ടൈം തൊട്ടിട്ട് ക്രിക്കറ്റിനോട് അയാൾക്കുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഒബ്സഷൻ, അതിനെ പറ്റിയിട്ടാണ് അയാൾ ആദ്യമേ പറയുന്നത്. പിന്നീട് അയാളുടെ ഏറ്റവും യങ് ആയിട്ടുള്ള ടൈമിൽ ഉണ്ടായിരുന്ന കുറേ എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നുണ്ട്. പിന്നീട് ഒരു മാധവ് മന്ത്രി എന്ന് പറയുന്ന സ്വന്തം അങ്കിളിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു വിവരണം പറയുന്നുണ്ട്. പിന്നെ അങ്കിളിൻ്റെ അഡ്വൈസ് തൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ തൻ്റെ കരിയറിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ എത്രത്തോളം സുനിൽ ഗവാസ്കറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നതിനൊക്കെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ തുടങ്ങുകയാണെങ്കിൽ ചൈൽഡ്ഹുഡ് തൊട്ടേ സുനിൽ ഗവാസ്കറിന് ക്രിക്കറ്റ് എന്നുള്ളത് വളരെ ഇഷ്ടപ്പെട്ട, വളരെ ഒബ്സഷനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമായിരുന്നു. സുനിൽ ഗവാസ്കർ തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിട്ടുള്ള ബർത്ത് മാർക്കിനെ പറ്റിയിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സുനിൽ ഗവാസ്കറിൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരു അങ്കിളുണ്ട്. ആളുടെ പേരെന്ന് പറയുന്നത് മിസ്റ്റർ നാരായൺ മസുരേക്കർ എന്നാണ്. ഈ റിലേറ്റീവ് സുനിൽ ഗവാസ്കറിനെ ഡെലിവറി ആയി കിടക്കുന്ന ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ വരാണ്. സുനിൽ ഗവാസ്കറിന് ഒരു കുട്ടീനെ കാണാനൊരു വിസിറ്റർ എന്ന പോലെ വരികയാണ്. ആ സമയത്ത് അയാൾ സുനിൽ ഗവാസ്കറിനെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ സമയത്ത് സുനിൽ ഗവാസ്കറിൻ്റെ ലെഫ്റ്റ് ചെവിയിൽ ഒരു ചെറിയൊരു ഹോള് പോലെ കാണാണ്, ഒരു ബർത്ത് മാർക്ക് പോലെ. ജനിക്കുമ്പോഴേ അത് അവിടെ ഉള്ള പോലൊരു സംഭവം ഇയാൾ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെയും നാരായൺ മാസുരേക്കർ കുട്ടീനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന സമയത്ത് ഈ ഒരു ലെഫ്റ്റ് ഇയർ ലോബിൽ ഈ ഒരു ചെറിയൊരു മാർക്ക് കാണാനില്ല. സോ ഇയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഈ കുട്ടി കൈമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മിസ്പ്ലേസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഇയാൾ ആ ഒരു ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ നേഴ്സുമാരുടെ കയ്യിൽ നിന്ന് അറിയാതെ മിസ്പ്ലേസ്ഡ് ആയി പോയിട്ടാണ് ഈ സുനിൽ ഗവാസ്കർ ഇപ്പോൾ ഉള്ളത്. സുനിൽ ഗവാസ്കറിനെ മിസ്പ്ലേസ് ആയി അതേ സ്ഥലത്തേക്ക് വേറൊരു ഫിഷർമാൻ്റെ മകനെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവർക്ക് ഇത് മനസ്സിലായിട്ടില്ല, പാരൻസിനൊന്നും. പക്ഷേ ഇവനെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച ഈ റിലേറ്റീവായിട്ടുള്ള അങ്കിളിനാണ് ഇത് കുറച്ചും കൂടിയും വ്യക്തമായിട്ട് മനസ്സിലായത്. സോ ഇയാൾ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫിഷർമാൻ്റെ വൈഫിൻ്റെ അടുത്തു നിന്നാണ് സുനിൽ ഗവാസ്കറിനെ കിട്ടണത്. അവിടെയാണ് കുട്ടീനെ മാറ്റിയിട്ട് അവിടെയാണ് കെടുത്തിയിട്ടുള്ളത്. സോ ഈ മിസ്പ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ഈ ഒരു കുട്ടിയുടെ വിവരം അവരവിടെ ഹോസ്പിറ്റൽസിനെ അറിയിക്കുകയും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ യഥാർത്ഥ സ്ഥലത്തേക്ക് രണ്ടുപേരെയും മാറ്റുകയാണ് ചെയ്തത്. സോ ഈ ഒരു ഇൻസിഡൻറ്റിനെ സുനിൽ ഗവാസ്കർ വളരെ വലിയൊരു ഓർമ്മയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും കാരണവശാൽ അന്ന് ഈ റിലേറ്റീവായിട്ടുള്ള നാരായൺ അങ്കിൾ ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്യപ്പെടാതെ പോവുകയാണെങ്കിൽ ഇന്ന് സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രിക്കറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഫിഷിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ജീവിക്കേണ്ടി വന്നേക്കാം എന്ന് വളരെ പേടിയോടാണ് ഇയാൾ ഈ ഒരു ഓർമ്മനെ ആലോചിക്കുന്നത്. കാരണം ചെറിയൊരു
മിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ലൈഫോ തൻ്റെ ഡെസ്റ്റിനി തന്നെ മാറിപ്പോവാനായിട്ട് ചാൻസ് ഉള്ളതായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റിന് സുനിൽ ഗവാസ്കർ തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീടും ഒരുപാട് ഇൻസിഡൻറ്റ് ഗവാസ്കറിൻ്റെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിലും ഏറ്റവും വലിയൊരു ഇൻസിഡൻ്റായി പിന്നെ ഓർത്തെടുക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നത് അയാളുടെ അമ്മയുമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. ഒരിക്കൽ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമ്മയുമൊത്ത് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ക്രിക്കറ്റുമായി, അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ ഡിസ്കഷൻസ് തന്നെ ആ വീട്ടിൽ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്രിക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ളൊരു ഗെയിം ആയതുകൊണ്ട് തന്നെ അമ്മയുമായിട്ട് ഇവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവൻ കുറച്ച് ഒബ്സഷൻ, അല്ലെങ്കിൽ ഇവൻ്റെ ഇഷ്ടം കുറച്ച് ഇൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇവൻ ഭയങ്കര സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമ്മയുടെ മൂക്കിൽ ഇവൻ എറിഞ്ഞ ആ ഒരു ബോൾ തട്ടുകയും ഒരുപാട് ബ്ലീഡിങ് സംഭവിക്കുകയും ചെയ്തു. പക്ഷെ ഇത് മനസ്സിലാക്കി ഇവൻ പിന്നീട് അമ്മനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ വളരെ സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കളിക്കാനൊക്കെ തുടങ്ങി. ഇതവൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്, അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റ്, അമ്മയും ഒത്തുള്ളൊരു ഇൻസിഡൻറ്റ് അവൻ ഓർത്തെടുക്കുകയാണ് ചെയ്യണത് ഈ ഒരു ഇൻസിഡൻറ്റ് ഓട്ടോബയോഗ്രഫിയിൽ ആഡ് ചെയ്തുകൊണ്ട്. പിന്നീട് ഗവാസ്കറിൻ്റെ അച്ഛനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഗുഡ് ക്രിക്കറ്റർ തന്നെയായിരുന്നു ആ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ അയാളും ഇവൻ്റെ കരിയറിൽ ഒരുപാട് വലിയ അഡ്വൈസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഗവാസ്കറിൻ്റെ കരിയർ ഇത്രത്തോളം മികച്ചതാവാൻ അച്ഛനും അതിലൊരു അച്ഛൻ്റെയും ഒരു പങ്ക്, അയാളുടെ കരിയർ ഇത്രയും മികച്ചതാവാൻ അച്ഛൻ്റെയും ഒരു പങ്ക് ഉണ്ടായിട്ടുണ്ട്. ഗവാസ്കറിൻ്റെ മറ്റൊരു അങ്കിളിനെ പറ്റിയിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അങ്കിളിൻ്റെ പേര് മാധവ് മന്ത്രി എന്നാണ്. നമ്മുടെ അങ്കിളിൻ്റെ വീട്ടിൽ നമ്മൾ ഗസ്റ്റായിട്ട് പോകുന്ന പോലെ ഗവാസ്കറും തൻ്റെ അങ്കിളുടെ വീട്ടിൽ ഗസ്റ്റായിട്ടൊക്കെ പോവാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴും ഗവാസ്കർ നോട്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അഡ്മയർ ചെയ്തിട്ട് നോക്കി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ഈ ഇന്ത്യൻ ടീമിൻ്റെ പുൾ ഓവേഴ്സ് കിടക്കുന്നുണ്ടാവും. പുൾ ഓവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യൻ ടീംസ് യൂസ് ചെയ്യുന്ന ജാക്കറ്റ് പോലത്തെ സംഭവമാണ് പുൾ ഓവേഴ്സ്. സോ ഈ പുൾ ഓവേഴ്സ് കാണുമ്പോൾ സുനിൽ ഗവാസ്കർ ഒരു കുട്ടി എന്ന നിലയിൽ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഈ പുൾ ഓവേഴ്സ്. സോ എപ്പോഴും ഈ പുൾ ഓവേഴ്സ് കാണുമ്പോൾ സുനിൽ ഗവാസ്കർ അങ്കിളിനോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് ഇതിൽ നിന്ന് ഒരു പുൾ ഓവർ തനിക്ക് തരുമോ എന്നുള്ളത്. കാരണം ഒരു ടീമിൻ്റെ പുൾ ഓവേഴ്സാണ് അവിടെ എടുക്കുന്നത്. സോ അതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും തനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും അങ്കിൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, സക്സസ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഷോർട്ട് കട്ട് ഇല്ല. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. സോ നീ സക്സസ് ഉണ്ടാവുക, അപ്പം നിനക്ക് തനിയെ ഈ പുൾ ഓവേഴ്സൊക്കെ കിട്ടും എന്നുള്ളൊരു അഡ്വൈസാണ് ഈ ഒരു അങ്കിള് ഗവാസ്കറിന് കൊടുത്തത്. ഗവാസ്കർ ആണെങ്കിൽ ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും പിന്നീട് നന്നായി വർക്ക് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുകയും അവിടെ ബെഗ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ പുൾ ഓവേഴ്സിന് വേണ്ടിയിട്ട് അവിടെ കേണപേക്ഷ കൊണ്ട് നിൽക്കണേക്കാൾ പകരം അവൻ കുറച്ചും കൂടിയും ബെറ്ററായിട്ട് ചിന്തിച്ചു. അവൻ്റെ അങ്കിളിൻ്റെ വേർഡ്സ് സീരിയസ് ആയിട്ട് എടുത്തു. കാരണം അവൻ്റെ അങ്കിൾ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ട് ആ ഒരു സമയത്ത് ക്രിക്കറ്റ് ഫീൽഡിൽ നിന്നിരുന്ന ഒരാളാണ്. ആളുടെ ഒരു പ്രത്യേകത പറ്റി ഇയാൾ ഇതിൽ ഓട്ടോബയോഗ്രഫിയിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അയാൾ ഇന്ത്യക്ക് വേണ്ടി 4 ഒഫീഷ്യൽ ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ് ഈ ഒരു മാധവ് മന്ത്രി എന്ന് പറയുന്നത്. അയാളുടെയും അഡ്വൈസസും ഇൻഫ്ലുവൻസും ഒക്കെ ഇയാളുടെ കരിയർ, ഗവാസ്കറിൻ്റെ കരിയർ ഇത്രത്തോളം മികച്ചതാക്കാൻ, ഗവാസ്കറിൻ്റെ കരിയറിലും ഒരുപാട് മികച്ച തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ ഈ ഒരു അങ്കിളിൻ്റെയും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. സുനിൽ ഗവാസ്കർ പിന്നെ തൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിലുണ്ടായിരുന്ന ഒരുപാട് ഇൻസിഡൻസ് ഓർത്തെടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ് നൈബേഴ്സുമായിട്ട്, സ്വന്തം അയൽപ്പക്കക്കാരുമായിട്ട് ഇയാൾ ക്രിക്കറ്റ് കളിക്കുന്നത്. എപ്പോഴും ബാറ്റ്സ്മാൻ ആവാനാണ് സുനിൽ ഗവാസ്കറിന് താല്പര്യം. ഏതെങ്കിലും ഒരു ഗെയിമിൽ ഇയാൾ തോറ്റു പോവാണ്, അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൽ പെട്ടെന്ന് ഔട്ടാവുക വല്ലതും ചെയ്താൽ, വിക്കറ്റ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്താൽ ഇവനക്ക് ഭയങ്കര വിഷമാണ് സുനിൽ ഗവാസ്കറിന്. അവനക്ക് വിക്കറ്റ് നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല, ഹെയ്റ്റ് ചെയ്യുന്നതാണ് അവനത്. ഇവൻ്റെ ഈ ഒരു ക്രിക്കറ്റിനോട്, അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിനോടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഒബ്സഷൻ കാരണം ഇവനെങ്ങാനും ഈ ഒരു ഗെയിമിൽ ലൂസാവുകയാണെങ്കിൽ അവൻ്റെ ബാറ്റും ബോളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകും. സോ ഇവൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് പിള്ളേരാണെങ്കിൽ
ഇത് കണ്ട് ഇവനെ ഒരുപാട് കേഴ്സ് ചെയ്യും, ശപിക്കും, കുറേ ഇവനെ പേര് വിളിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഇവൻ അതൊന്നും മൈൻഡ് വെക്കാതെ ലൂസായതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തോറ്റെന്നുള്ളതിൻ്റെ ഒരു വിഷമത്തിലും ദേഷ്യത്തിലും ഇവൻ ആ ക്രിക്കറ്റ് ബാറ്റും ബോളും ഒക്കെ എടുത്തിട്ട് അവൻ്റെ ആ ഒരു ഗ്രൗണ്ട് വിട്ട് പോവാണ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ കൂടിയും ഗവാസ്കർ തൻ്റെ ഫ്രണ്ട്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ തിരിച്ച് അവരുടെ അടുത്തേക്ക് വരികയും അവരായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ സംസാരിച്ച് പിന്നീട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് അങ്ങനെ പോവാറും പതിവുള്ളൊരു ഇൻസിഡൻ്റ് ആയിട്ട് സുനിൽ ഗവാസ്കർ തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സുനിൽ ഗവാസ്കർ തൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ഗ്രൗണ്ടിലൊക്കെ ക്രിക്കറ്റ് കളിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ സമ്മാനമായിട്ട് ചെറിയ ചെറിയ ട്രോഫീസൊക്കെ അല്ലെങ്കിൽ ചെറിയ മെഡലും കപ്പും ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ വളരെ നന്നായിട്ട് തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ സമ്മറി ആയിട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കാനുള്ളത് കുറച്ച് പോയിൻറ്റ്സ് ആണ്. എന്നാൽ പോലും ഈ ഒരു പാസേജ് കണക്കാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് തന്നിട്ടുള്ളത്. സോ പാസേജ് നോക്കുക, അതിൻ്റെ താഴെ നമുക്ക് പാസേജിൽ നിന്ന് തന്നെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അത് ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടിയും ഈ ഒരു ചാപ്റ്റർ തറവാവാനുള്ളതാണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഒരു സമ്മറി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ശരിക്കും മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഞാനൊരു എക്സാമ്പിളിന് വായിക്കുകയാണെങ്കിൽ, ഹു വാസ് മാധവ് മന്ത്രി? സോ നമുക്കറിയാം ഹു വാസ് മാധവ് മന്ത്രി. മാധവ് മന്ത്രി എന്ന് പറയുന്നത് സുനിൽ ഗവാസ്കറിൻ്റെ അങ്കിളാണ്. സുനിൽ ഗവാസ്കറാണ് ഈ ഒരു മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. സോ മൈ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ ഓഥർ ആരാണ് നെക്സ്റ്റ് ചോദ്യം. അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് സുനിൽ ഗവാസ്കർ. ഇത്തരം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ ഒരു സെഷനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഒന്നും കൂടി ഒന്ന് വൈൻഡപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ, മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എൻ്റെ ആദ്യ ചുവടുകൾ എന്ന സുനിൽ ഗവാസ്കറിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ നോട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്വന്തം ലൈഫ് സത്യസന്ധമായിട്ട് അയാൾ തന്നെ സ്വന്തം കൈകൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ എഴുതുന്നതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുക. ഇവിടെ സുനിൽ ഗവാസ്കർ തൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് എഴുതിയിട്ടുള്ളത്. അതിൽ തൻ്റെ ജനനം മുതൽ ക്രിക്കറ്റ് എങ്ങനെ വന്നു എന്നതുവരെ ഉള്ളൊരു ലൈഫ് ജേണീനെ പറ്റിയിട്ടാണ് മൊത്തത്തിൽ ഇയാൾ അതിൽ എഴുതിയിട്ടുള്ളത്. ജനിക്കുന്നത് 1949 ജൂലൈ 10 അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള MK നാരായൺ മസുരേക്കർ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എത്രത്തോളം വലിയൊരു കാര്യമാണ് ചെയ്തത്, അല്ലെങ്കിൽ അയാളുടെ ഒരു ചെറിയ ശ്രദ്ധ എന്നല്ല വലിയൊരു ശ്രദ്ധ മൂലം തൻ്റെ ലൈഫിൽ എത്രത്തോളം മാറ്റമാണ്, അല്ലെങ്കിൽ അയാളുടെ ശ്രദ്ധയില്ലായ്മ തൻ്റെ ലൈഫ് എത്രത്തോളം ട്രാജിക് ആക്കാൻ പറ്റും അല്ലെങ്കിൽ ട്രാജിക് ആയേനെ എന്നുള്ള ഇൻസിഡൻ്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സ്റ്റോറി നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോബയോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനനത്തിൻ്റെ സമയത്ത് സുനിൽ ഗവാസ്കറിൻ്റെ ഇടത് ചെവിയുടെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഹോള് ശ്രദ്ധയിൽപ്പെട്ട ഈ ഒരു നാരായൺ മസുരേക്കർ എന്ന് പറയുന്ന അങ്കിൾ തൊട്ടടുത്ത ദിവസം പിന്നെയും സുനിൽ ഗവാസ്കറിനെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ കിടക്കയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ചെവിയിൽ തലേ ദിവസം കണ്ട ആ ഒരു മാർക്ക് ഇല്ലെന്ന് മനസ്സിലാക്കുകയും എല്ലാ ആശുപത്രിയിലുള്ള എല്ലാ കിടക്കകളും അന്വേഷിച്ച് നടന്ന ഒടുവിൽ ഒരു ഫിഷർമാൻ്റെ വൈഫിൻ്റെ തൊട്ടടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന നിലയിലാണ് സുനിൽ ഗവാസ്കറിനെ കണ്ടുകിട്ടണത്. കുട്ടികളെ കുളിപ്പിച്ച നേഴ്സുമാരുടെ അവരുടെ കയ്യിൽ നിന്നുണ്ടായ ഒരു ചെറിയൊരു മിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ശേഷം ഈ ഒരു അടയാളം തന്നെയാണ് സുനിൽ ഗവാസ്കറിൻ്റെ വ്യക്തിത്വവും ജീവിത വഴിയും രക്ഷിച്ചതെന്ന് ഗവാസ്കർ തന്നെ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഇയാളുടെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്ന മറ്റൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഇയാളുടെ ശൈശവ ഓർമ്മകളാണ്. അതായത് അമ്മയുടെ മൂക്കിൽ ഇയാളുടെ കൈകൊണ്ട് ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അറിയാതെ പന്ത് കൊണ്ട്
ഒരുപാട് രക്തം വാർന്ന ആ ഒരു ഇൻസിഡൻറ്റ് ഇയാൾ ഓർത്തെടുക്കുന്നുണ്ട്. അമ്മയുടെ മൂക്കിൽ ആ ഒരു പന്ത് കൊണ്ട് ശേഷം പിന്നെ അവൻ അമ്മേനായിട്ട് ഗെയിം കളിക്കുമ്പോൾ എപ്പോഴും പ്രതിരോധ ഷോട്ടുകൾ മാത്രമേ കളിച്ചിരുന്നുള്ളൂ. ഒരിക്കലും വളരെ അറ്റാക്കിംഗ് ഷോട്ട്സ് ഒരുപാട് കുറച്ച് ഡിഫെൻസിങ് ഷോട്ടുകളാണ് കൂടുതലായിട്ടും പിന്നെ ഗവാസ്കർ അമ്മേനായിട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് മെയിനായിട്ട് കളിച്ചിരുന്നുള്ളൂ. പിന്നീട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയിൽ ക്രിക്കറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. അച്ഛൻ മികച്ചൊരു ക്ലബ് ക്രിക്കറ്റർ ആയിരുന്നു. അദ്ദേഹം ഇയാളുടെ അതായത് സുനിൽ ഗവാസ്കറിൻ്റെ ലൈഫിൽ ഒരുപാട് വലിയ വലിയ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും അയാളുടെ കരിയറിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സക്സസ്സുകൾക്കും അല്ലെങ്കിൽ അയാളുടെ കരിയർ ഇത്രത്തോളം വലുതാവാനുള്ളൊരു റീസൺ ഇയാളുടെ അച്ഛൻ്റെ ഒരുപാട് ഉപദേശങ്ങളും വിലപ്പെട്ട വാക്കുകളും തന്നെയായിരുന്നെന്ന് സുനിൽ ഗവാസ്കർ ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. വീട്ടിലെ അച്ഛൻ മാത്രമല്ല അമ്മ പോലും ഇദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് പരിശീലനത്തിൽ ഒരുപാട് പിന്തുണ നൽകിയിട്ടുണ്ട്. അതും പോരാഞ്ഞ് അങ്കിളായിട്ടുള്ള മാധവ് മിശ്രി എന്ന ഇന്ത്യക്കായിട്ട് 4 ഔദ്യോഗിക ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ച ഒരു വ്യക്തിയായിരുന്നു ഇയാളുടെ അങ്കിൾ. സോ ഇയാളും ഇവൻ്റെ ഒരു കരിയർ ക്രിക്കറ്റർ എന്നുള്ള കരിയറിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ മാധവ് മിശ്രി എന്ന് പറയുന്ന അങ്കിളിൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്ന ഒരുപാട് ഇൻഫ്ലുവൻസും അയാൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള അഡ്വൈസുകളും അയാളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പാഠങ്ങളൊക്കെയാണ് പിന്നീട് ഗവാസ്കർ തൻ്റെ ലൈഫിലുടനീളം യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ സുനിൽ ഗവാസ്കറിൻ്റെ അങ്കിളായിട്ടുള്ള മാധവ് മിശ്രി ഇന്ത്യൻ ടീമിൽ കളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇയാളുടെ കയ്യിൽ ഒരുപാട് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയേഴ്സ് യൂസ് ചെയ്യുന്ന സ്വെറ്റേഴ്സ് പുള്ളോവേഴ്സ് എന്നാണ് അതിനെ പറയുക. ആ പുള്ളോവേഴ്സ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഈ മാധവ് മിശ്രിയുടെ ഈ ഒരു സുനിൽ ഗവാസ്കർ ക്രിക്കറ്റിനോടുള്ള അതിയായ ഇഷ്ടം അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഒബ്സഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാധവ് മിശ്രിനോട് എപ്പോഴും അതിനൊരു സ്വെറ്റർ ഇയാൾക്ക് കൊടുക്കുമോ അല്ലെങ്കിൽ തരുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു. പക്ഷേ ഈ ഒരു അങ്കിള് എപ്പോഴും പറയുന്നത് ഇത്തരം പുള്ളോവേഴ്സ് അല്ലെങ്കിൽ ഇത്തരം സ്വെറ്റേഴ്സ് നേടാൻ ഒരുപാട് വിയർത്ത് പ്രവർത്തിക്കണം. അതായത് ഒരു 1 സ്റ്റെപ്പ് ടു സക്സസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ടു സക്സസ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഇത് ഗവാസ്കർ ഒരിക്കലും മറക്കാത്ത ഒരു പാഠമാണ്. ജീവിതത്തിലുടനീളം ഇയാൾ പിൻപറ്റിപ്പോയ അല്ലെങ്കിൽ ഇയാൾ പാലിച്ചു പോയൊരു പാഠം എന്ന് പറയുന്നത് ഈ ഒരു തൻ്റെ അങ്കിള് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഒരു പാഠങ്ങളാണ്. ക്രിക്കറ്റിനോടുള്ള ആദ്യകാലത്തെ മനോഭാവമാണ് പിന്നീട് ഇയാളുടെ ഓട്ടോബയോഗ്രഫിയിൽ ഇയാൾ പറയുന്നത്. ആദ്യമൊക്കെ എപ്പോഴും ബാറ്റ്സ്മാൻ ആവാൻ മാത്രമായിരുന്നു ഇയാളുടെ ആഗ്രഹം. വിക്കറ്റ് നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇയാളെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ പുറത്താവുകയാണെങ്കിൽ സ്വന്തം ബാറ്റും ബോളും പന്തും എല്ലാം എടുത്ത് വീട്ടിലേക്ക് കളി അവസാനിപ്പിച്ച് പോവാന്നുള്ളൊരു ടെൻഡൻസി ആയിരുന്നു സുനിൽ ഗവാസ്കർ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ആദ്യകാല ക്രിക്കറ്റിൽ. ചിലപ്പോഴൊക്കെ വഴക്കുകൾക്ക് ശേഷം സുഹൃത്തുക്കളുമായി വീണ്ടും കളിക്കാറുണ്ട്. കാരണം ഇവർ കളിക്കുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പ്ലേ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്നത് നൈബേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊത്താണ്. സോ ആ ഒരു വഴക്ക് എന്ന് പറയുന്നത് കുറേ നാൾ നീണ്ടു നിൽക്കാത്ത ചെറിയ ചെറിയ സൗഹൃദ പിണക്കങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഇയാളുടെ തൊട്ടടുത്ത ഗ്രൗണ്ടുകളിൽ നടന്ന മത്സരങ്ങളും അതിൽ ലഭിച്ച ചെറിയ ചെറിയ പ്രോത്സാഹന സമ്മാനങ്ങളും ട്രോഫികളിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. തൊട്ടടുത്ത വീടുകളിലായിട്ടുള്ള കുട്ടികളുമൊത്ത് ടീം ആയി തിരിഞ്ഞ് ഇയാൾ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ വിജയികൾക്ക് ട്രോഫികൾ കിട്ടിയിട്ടുണ്ട്. വെളുത്ത ലോഹത്തിൽ നിർമ്മിച്ച ചെറിയ ചെറിയ കപ്പുകളായിരുന്നു അന്നത്തെ ഇയാൾക്ക് കിട്ടിയിട്ടുള്ള വലിയ വലിയ ട്രോഫികൾ. അതൊക്കെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയാണ് ഇയാൾ കൈപ്പറ്റിയിരുന്നത്. സോ ഇതൊക്കെ ഇയാളുടെ ലൈഫിലെ ചെറിയ ചെറിയ മെമ്മറീസാണ്. എന്നാൽ പോലും ഓട്ടോബയോഗ്രഫിയിൽ ഇതെല്ലാം ആഡ് ചെയ്യാനായിട്ട് സുനിൽ ഗവാസ്കർ ശ്രമിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓട്ടോബയോഗ്രഫിയാണ് നോക്കാനുള്ളത്. ഇത്രയും ഒരു സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് മൈ ഫസ്റ്റ് സ്റ്റെപ്സ്. സോ താങ്ക് യു.